നമ്മൾ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കുകയും ഇടയിൽ സ്റ്റക്കായി പോവുകയും ചെയ്യാറുണ്ടല്ലേ. സോ എന്ത് കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടാവുക എന്നുള്ളത്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളത്. ആൽക്കമിസ്റ്റിൽ പറയുന്ന പോലെ ഒരാൾ തീവ്രമായ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് പോലും അത് സാധിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ നിൽക്കുമെന്നാണ്. സോ അത്തരം തീവ്രമായ ആഗ്രഹങ്ങൾ ഇല്ലാതാവുമ്പോഴാണ് പല കാര്യങ്ങളും വഴിയിൽ വെച്ച് നിന്ന് പോകുന്നത്. നെപ്പോളിയൻ ഹിൽസ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പറയുന്നത് പോലെ ഒരു തീവ്രമായ ആഗ്രഹമാണ് സക്സസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് തീവ്രമായ ആഗ്രഹങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 3 ടെക്നിക്കുകളാണുള്ളത്. ഫസ്റ്റ്, നമുക്കാദ്യം ഒരു ക്ലിയർ ആയിട്ടുള്ള ഗോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് ആഗ്രഹം ഉണ്ടാവുന്നതിന് മുന്നേ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ അറിയണം. നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇപ്പോൾ പൈസയാണെങ്കിൽ എത്ര പൈസ, ജോലിയാണെങ്കിൽ ഏത് ജോലി, അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടാകുമ്പോഴുള്ള ഗുണം എന്താ? ആ ഐഡിയ ഉണ്ടാവുകയും നമുക്കതിനോട് തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. തീവ്രമായ ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. നമ്മൾ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ നമ്മൾ 24 മണിക്കൂറും ഒബ്സസ്ഡായി വെക്കുന്ന ഒരു കാര്യമാണ് തീവ്രമായ ആഗ്രഹം. നമുക്ക് ഐഡിയാസ് ഉണ്ടാവും, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ തീവ്രമായ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളെ വളരെ പാഷനേറ്റ് ആക്കുകയും നമ്മളെ മുന്നോട്ട് നടത്തുകയും, നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ നമുക്ക് കാണുകയും നമ്മുടെ വൈബ്രേഷൻ ഉയരുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനൊരു ആഗ്രഹം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയണമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമുക്കൊരു തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ടായി. ആ തീവ്രത കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കതിനോടൊരു ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ആഗ്രഹം സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം, നമുക്കുണ്ടാവുന്ന ഫീലിങ്സ്, നമ്മുടെ ഉറ്റവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങൾ കേട്ടില്ലേ, ഇൻസൾട്ടാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നറിയോ? ഇൻസൾട്ടഡ് ആകുമ്പോൾ നമുക്ക് ഉള്ളിലുണ്ടാവുന്ന ഒരു തീക്കനലുണ്ട്. ആ ഒരു വല്ലാത്ത, നമ്മൾ ആലോചിക്കുമ്പോൾ എന്നെ താഴ്ത്തിയവർ, അല്ലെങ്കിൽ എന്നെ അടിച്ച് അപമാനിച്ചവർ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ കുറിച്ച് അവരുടെ മുഖമൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പ്രസരിപ്പും എനർജിയും വരും അല്ലേ, അത് നേടിയേ പറ്റുള്ളൂ എന്നുള്ള അത്തരം ഒരു ഇമോഷൻ എപ്പോഴും നമ്മളുടെ ആഗ്രഹത്തിനോട് കണക്ട് ചെയ്തിരിക്കണം. അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് ഓരോ ദിവസവും ഊർജ്ജസ്വലതയോടെ നമുക്കത് നേടാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കാനും നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒരേപോലെ അതിനോട് അലൈൻ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ആഗ്രഹത്തിന് ഒരു ഇമോഷനായിട്ട് എപ്പോഴും കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, എന്നും ഇത് നേടിയെന്നുള്ള വിഷ്വലൈസേഷൻ ചെയ്യുക. രാവിലെയും രാത്രിയും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ അത് നേടിക്കഴിയുമ്പോഴുള്ള ആ ഒരു സന്തോഷവും ആ ഒരു സംതൃപ്തിയും നമ്മൾ ഇന്ന് മുതൽ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് അതിലേക്ക് എത്താനായിട്ടുള്ള ആഗ്രഹം നമുക്ക് തോന്നാൻ തുടങ്ങും. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ എനർജിയും വൈബ്രേഷനും എല്ലാം ആ ഗോളിലേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ചുറ്റും അതിനുള്ള അവസരങ്ങളും നമുക്കുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ തീവ്രമായ ആഗ്രഹം എന്താണെന്നുള്ളത് ഇന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിനോടൊരു ഇമോഷൻ കണക്ട് ചെയ്യുക. ഇന്ന് മുതൽ അതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുക.